ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പിളിയുടെ സ്വഭാവം മനസ്സിലാക്കിയ സുശീല ഒടവ് പ്രയോഗിച്ചു നോക്കുകയാണ്. അങ്ങനെ രഘുവിനോടും അമ്പിളിയോടും രഘുവിന്റെ പേരിലുള്ള ആ കട 50 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കിട്ടിയാൽ അതിലെ നേർപകുതി പൈസ നിങ്ങൾക്ക് എടുത്തൂടെ എന്ന് ചോദിക്കാണ്ടോ. അതോടുകൂടി അമ്പിളിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. എന്നിട്ട് രഘു പറയാണ്, ഞാൻ എന്തായാലും അമ്മാവനെ വിളിക്കാം, അമ്മാവനെ കണ്ട് സംസാരിക്കാനല്ലേ സുശീലാൻറ്റി വന്നത്, എന്നാൽ ഞാൻ അമ്മാവനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രഘു അകത്തേക്ക് പോവാട്ടോ. രഘുവിന് അതൊന്നും തന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് അങ്ങനെ അമ്പിളിയും കുഞ്ഞും അവിടെ നിൽക്കുന്ന സമയത്ത് സുശീല അമ്പിളിയുടെ മനസ്സ് വീണ്ടും മാറ്റാൻ വേണ്ടി എരിപിരി കയറ്റിയിട്ട് പറയുകയാണ്, ഇപ്പോഴും രഘുവിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ, സ്വന്തം ജീവിതം നോക്കാനൊന്നും ഇപ്പോഴും രഘു പഠിച്ചിട്ടില്ലേ, നിനക്കതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ അമ്പിളി എന്ന് ചോദിക്കാട്ടോ. നിനക്കൊരു പെൺകുഞ്ഞ് വളർന്നു വരുന്നതാണ്, ഇനിയെങ്കിലും നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നോക്ക്, അതിന് ഇനിയെങ്കിലും എന്തെങ്കിലും പൈസ സമ്പാദിക്കാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അമ്പിളി പറയുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് സുശീലാൻറ്റി, പക്ഷേ എന്ത് ചെയ്യാനാണ്, അമ്മാവൻ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ അനന്തരവൻ എന്നങ്ങ് പറയാട്ടോ. അങ്ങനെ സുശീലയുടെ ആ ഒരു അടവ് ഏറ്റു എന്നുള്ളത് സുശീലയ്ക്ക് മനസ്സിലാവുകയാണ്. എന്തായാലും അച്ഛൻ അകത്തുണ്ട്, എന്തായാലും ആൻറ്റി അകത്തേക്ക് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ, അല്ല അത് രഘുവിന് അതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, അച്ഛനെ കാണാൻ വേണ്ടി വന്നതല്ലേ, അച്ഛനെ കണ്ട് സംസാരിച്ചോളൂ, ഞാൻ അപ്പോഴത്തേക്കും ആൻറ്റിക്ക് കുറച്ച് ചായ എടുക്കാം എന്ന് പറഞ്ഞ് ചായ എടുക്കാൻ വേണ്ടി പോവാട്ടോ. എന്നിട്ട് അകത്തേക്ക് സുശീലയോട് കയറിയിരിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ സുശീലയാണെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അവിടെയൊക്കെ നോക്കുന്നത്. വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോ അനന്തം മാഷും കൂടി ഇതിനങ്ങ് സമ്മതം മൂളിയാൽ ഉറപ്പായും എൻ്റെ ഇന്ദ്രന് ആ കട സ്വന്തമാക്കാം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സുശീല അനന്തം മാഷിനെയും കാത്ത് ഇരിക്കുന്നത്. ഈ സമയം സത്യൻ പ്രതിഭയുമായിട്ട് സുധന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സുധനും ഭാര്യയും പുറത്തേക്ക് ഇറങ്ങി വരാൻ കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടു കൂടി മകളെ കാണുമ്പോൾ അവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ സത്യം പറയണേ, പ്രതിഭ ഇവിടെ 2 ദിവസം താമസിക്കാൻ വേണ്ടി വന്നതാണ്, എന്തായാലും ഞാൻ കടയിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് സത്യൻ അപ്പോഴേ ഇറങ്ങി പോവാണ് കേട്ടോ. പ്രതിഭയുടെ മുഖമൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ചെറിയ സംശയം വരികയാണ്. എൻ്റെ മോളുടെ മുഖമൊക്കെ വാടിയിട്ടുണ്ടല്ലോ, നല്ല ക്ഷീണമുണ്ടല്ലോ, മോളെ നിനക്കെന്താ വല്ല വിശേഷവും ഉണ്ടോ, അതുകൊണ്ടാണോ സത്യൻ ഇവിടെ നാണം കൊണ്ടാണ് ഇരിക്കാഞ്ഞത്, സത്യന് ഇക്കാര്യം ഞങ്ങളോടൊക്കെ പറയാനുള്ള മടി കൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ പ്രതിഭ പറയണേ, വെറുതെ അച്ഛനും അമ്മയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് സന്തോഷിക്കേണ്ട. അപ്പോൾ സത്യേട്ടൻ്റെ അമ്മ വല്ലാതെ ഒന്ന് കുത്തി നോവിച്ച് സംസാരിക്കുകയാണ്. മാനസികമായി ഓരോ തരത്തിലും സത്യേട്ടൻ്റെ അമ്മ എന്നെ ഇപ്പോൾ ദ്രോഹിക്കുകയാണ്, എന്തിനും ഏതിനും ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് സത്യേട്ടൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഇപ്പം തന്നെ വീട്ടിലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് വള പോയതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പ്രതിഭ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് പ്രതിഭയുടെ അമ്മയുടെ സ്വഭാവം മാറുകയാണ്. അങ്ങനെ എന്തായാലും നിങ്ങൾ ഇതിന് മിണ്ടാതിരിക്കരുത്, നിങ്ങൾ ഉറപ്പായും സത്യൻ്റെ അമ്മയെ ആ സുശീലയെ കണ്ട് സംസാരിക്കണം, കാരണം നമ്മളുടെ മോളെ എന്തിനാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളുടെ മോള് അത്രക്കാരിയല്ല, നമ്മുടെ മോള് വള എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ സഹായിക്കും എന്നൊക്കെ പറയുന്നത് അത് സുശീലയുടെ സ്വഭാവമായിരിക്കും, അല്ലാതെ നമ്മുടെ മോളിന് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭ ദേഷ്യത്തിൽ അങ്ങ് ചൂടായിട്ട് സുധനോട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ സുധൻ പറയണേ, മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ എന്തേലും അമ്മയോട് കുടിക്കാൻ വേണ്ടി ചോദിക്കേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സുധൻ പുറത്തേക്ക് ഇറങ്ങി പോവാൻ കേട്ടോ. പ്രതിഭ പറയണേ, എനിക്ക് കുടിക്കാനൊന്നും വേണ്ട അമ്മ, എനിക്ക് മനസ്സമാധാനം തരുന്നില്ല സത്യേട്ടൻ്റെ അമ്മ എന്ന് പറയട്ടോ. അങ്ങനെ സുധൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. പ്രതിഭയോട് സുധൻ ചോദിച്ചറിയുന്നുണ്ട്, അല്ല നിന്റെ വള കാണാതായത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അത് വൈകുന്നേരം സമയത്താണെന്ന് പറയട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് സുധൻ പുറത്തു പോയിരുന്ന് ആലോചിക്കുന്നത്. അങ്ങനെ മുരുകൻ സുധനെ കാണാൻ വേണ്ടി വന്നതും ഒരു വള കൊണ്ടുവന്നതും ഒക്കെ സുധന് ഓർമ്മ വരികയാണ്. അങ്ങനെ മുരുകൻ വളയുമായിട്ട് സുധനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടാവും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വള വെച്ചിട്ട് എനിക്കൊരു 25,000 രൂപ വാങ്ങിത്തരണം, ഈ സമയമായതുകൊണ്ട് എനിക്കിപ്പോൾ എവിടെയും പണയം വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് 25,000 രൂപ അങ്കിൾ ഒന്ന് റെഡിയാക്കി തരണം, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് നാളെ, അപ്പോൾ അവർക്കൊരു താലിമാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, അല്ലട മുരുക, ഇത് ഞാൻ പണയം വെക്കുന്നത് കൊണ്ടോ മറ്റാർക്കെങ്കിലും കൊണ്ടു കൊടുക്കുന്നത് കൊണ്ടോ വല്ല പ്രശ്നവും വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ധൈര്യമായിട്ട് അങ്കിളിന് ഇത് പണയം വെക്കുക, എന്താന്ന് വെച്ച് ചെയ്യാം, കാരണം ഇത് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. മുരുകൻ അടിയും പിടിയും ഒക്കെ ഉണ്ടാക്കും, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ മുരുകൻ ഇതുവരെയും ഒരാളുടെ മുതലും മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്കിളിന് ഇത് പണയം വെക്കാം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നീ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അപ്പോൾ നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഈ വള, നിൻ്റേതാണോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അല്ല, പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എനിക്ക് തന്നതാണ്, അതുകൊണ്ട് അങ്കിളിന് ഒരു പ്രശ്നവും വരില്ല, അങ്കിൾ ധൈര്യമായിട്ട് ഈ വള പണയം വെച്ച് എനിക്കൊരു 25,000 രൂപ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തായോ എന്ന് പറയട്ടോ. അങ്ങനെ സുധന് കാര്യം മനസ്സിലാവാണ്, സുശീല തന്നെയാണ് മുരുകന് ആ വള കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ സുശീലയെ വരച്ച വരയിൽ
നിർത്താനുള്ള സുധന് ഒരു കെണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സുധൻ ആലോചിച്ചു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് പ്രഭ വരുന്നത്. എന്നിട്ട് പറയാണ്, എന്താണ് ഇന്ന് തന്നെ നമ്മുടെ മോളെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ, അല്ല നീ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? അവൾ 2 ദിവസം ഇവിടേക്ക് മനസമാധാനത്തിന് വന്നതല്ലേ, അപ്പോൾ അവളൊന്ന് നിന്നിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല. അവൾക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം സത്യൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ്. പക്ഷേ സുശീലയുടെ ഈ കുത്തുവാക്കുകൾ കാരണമാണ് അവൾ അവിടെ നിന്നും വന്നത് എന്ന് പറയട്ടോ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതേപോലത്തെ ഒരു വള തന്നെ മോൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. അത് ഞാൻ സുശീലയെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ പ്രഭ പറയണ, അല്ല അതിൻ്റെ ആവശ്യം എന്താണ്? ആ വീട്ടിൽ വെച്ചല്ലേ നമ്മുടെ മോളുടെ ആഭരണം കാണാതായത്, പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ മറ്റൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ മകൾക്ക് അത് മാത്രമല്ല പ്രശ്നമുള്ളത്. അവളിപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ആ സുശീലയുടെ മനസ്സ് അത്രയ്ക്ക് വിഷം കൂടിയ മനസ്സാണെന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ആ സച്ചി സാറിൻ്റെ മകൾ ഇന്ദുവിനെ കൊണ്ട് വീണ്ടും സത്യനെ വിവാഹം കഴിപ്പിക്കണം എന്നാണ് സുശീലയുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മോൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ നമ്മുടെ മോള് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പല തവണ സുശീല നമ്മുടെ മോളോട് അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു ഇത്രേ. അതാണ് ഇപ്പോൾ സുശീലയുടെ മെയിൻ ആയിട്ടുള്ള മനസ്സിലിരിപ്പ് എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സുശീല നമ്മുടെ മോളുടെ സത്യം കെട്ടിയ താലിയിൽ തൊട്ട് കളിക്കില്ല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ എന്തായാലും സുശീലയെ കണ്ട് സംസാരിച്ചോളാം. നമ്മുടെ മോളെ ഇന്ന് തന്നെ സത്യൻ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിക്കോളാം എന്ന് സുധൻ പറയട്ടോ. നീ ഒന്ന് മനസമാധാനത്തോടു കൂടി നിൽക്ക് പ്രഭേ എന്ന് പറഞ്ഞ് നീ എന്തായാലും മോളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് സുധൻ പ്രഭയെ പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് സുധൻ സുശീലയെ കാണാൻ വേണ്ടി പോകണം. അവളെ വരച്ച വരയിൽ നിർത്തണം എന്നുള്ള ഒരു തീരുമാനം സുധൻ എടുത്തിട്ടുണ്ടാവും. സുധൻ ഇനി പറയാൻ പോകുന്നത് സുശീലയോട്, നീയാണ് മുരുകന് എൻ്റെ മകളുടെ വള എടുത്ത് മോഷ്ടിച്ചു കൊടുത്തത് എന്നുള്ളതൊക്കെ എനിക്കറിയാം, എനിക്കതിന് തെളിവുമുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യമാവട്ടോ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇക്കാര്യം സത്യനോടും ഇന്ദ്രനോടും പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ മേലിൽ സുശീലെ എൻ്റെ മകളെ നീ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കരുത് എന്നുള്ള ആവട്ടോ സുശീലയുടെ മുന്നിൽ ഇനി സുധൻ വയ്ക്കുന്ന ഭീഷണി. അതോടുകൂടി സുശീല ഒന്ന് പതറുകയാണ്. അപ്പോൾ സത്യമെങ്ങാനും എൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ തലയും താഴ്ത്തി നിൽക്കേണ്ടി വരും എന്നുള്ള ചിന്ത സുശീലയുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ സുശീലയോട് പറയണേ, ഞാൻ എന്തായാലും ആ വള എൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തുവിടും, എന്നിട്ട് ഞാൻ അത് പുതിയത് വാങ്ങിയതാണെന്നാ പറയാം, അതല്ല ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ മതിയോ എന്നുള്ള ആ ഒരു ചോദ്യം വരുമ്പോൾ സുശീല പതർച്ചയോട് കൂടി പറയും, വേണ്ട സുധ, നീ ചതിക്കരുത് എന്ന് പറയും. അങ്ങനെ പ്രതിഭയ്ക്ക് സുധൻ ആ വള തിരിച്ചു കൊടുക്കൂട്ട. അങ്ങനെ സത്യന്റെ വീട്ടിലേക്ക് വീണ്ടും പ്രതിഭ വരും. അങ്ങനെ പ്രതിഭയുടെ മുന്നിൽ സുശീലയ്ക്ക് തല താഴ്ത്തേണ്ടി വരും. പ്രഭാവതി സുധനോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അല്ല ആ സുശീലയോട് സൂക്ഷിച്ച് കളിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അനുപമയുടെ അതേ അവസ്ഥ നമ്മുടെ മോൾക്കും വരും. ഇന്ദ്രനെയും അനുപമയെയും പിരിച്ചതിന്റെ യഥാർത്ഥ കാരണക്കാരി തന്നെ സുശീലയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്ദ്രന്റെ പോലത്തെ സ്വഭാവമല്ല സത്യൻ്റേത് എന്ന് സുധൻ പറയുമ്പോൾ, പക്ഷേ സത്യൻ അങ്ങനെയല്ലെങ്കിലും കൂടിയിട്ട് ഇന്നലെ നമ്മുടെ മോളുടെ വള പോയ സമയത്ത് അവിടെ നിന്നും അവളെ തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ സുശീലയുടെ മുന്നിൽ വെച്ച് സത്യന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുകയല്ലേ സത്യം ചെയ്തത്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് പ്രതിഭ പറയുമ്പോൾ സുധൻ പറയണേ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, നമ്മുടെ മോളുടെ കഴുത്തിൽ കെട്ടിയ താലി, സത്യം കെട്ടിയ താലി ഒരിക്കലും സുശീലയ്ക്ക് പൊട്ടിച്ചു കളയാൻ കഴിയില്ല, അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് സുധൻ പ്രഭയോട് സംസാരിച്ചിട്ടുണ്ടാവുക. ഇത് അനുപമയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ അനുപമയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അനുപമ ഇന്ദ്രനെ കാണുന്ന സമയത്ത് തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന അനുപമ അടുത്തേക്ക് ചെല്ലാണ്. എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു കാര്യം അറിഞ്ഞു, മഞ്ചാടി ജീവൻ രാജിൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അനുപമ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇയാളിപ്പോൾ ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ, ഞാൻ അറിഞ്ഞത് എന്നോട് ഗോകുൽ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്, മഞ്ചാടിയെ നമുക്ക് ആ ജീവൻ രാജിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം, അതുകൊണ്ട് ഞങ്ങൾ എന്ത് സഹായത്തിനും ഞാനും ഗോകുലൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അനുപമ തീർത്ത് പറയുകയാണ്, നിങ്ങളുടെ ആരുടെയും ഒരു സഹായവും വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല, മഞ്ചാടിയെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളതൊക്കെ അവരുടെ വീട്ടുകാർക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, അല്ലാതെ പുറത്തു നിന്നുള്ള ആരുടെയും സഹായം ഇപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയട്ടോ. എന്നാൽ മറ്റൊന്നും പറയാമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇന്ദ്രൻ പറയണ, അനു മഞ്ചാടി എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയെ സംരക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളത് അറത്ത് മുറിച്ചിട്ട് തന്നെയാണ് അനുപമ കുറച്ച് ദേഷ്യത്തിൽ ഇന്ദ്രനോട് സംസാരിച്ചിട്ട് പോകുന്നത്. എന്നിട്ട് പറയണേ, നിങ്ങൾക്ക് മഞ്ചാടിയോട്
മഞ്ചാടിയോട് വല്ല സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയെ ഇക്കാര്യം ഒരിക്കലും അറിയിക്കരുത്, അതുമാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് അനുപമ അകത്തേക്ക് കയറിയിട്ട് വാതിലങ്ങ് അടക്കാൻ കേട്ടോ. അപ്പോൾ അനുപമയും ഇന്ദ്രനും കൂടി സംസാരിക്കുന്നതെല്ലാം ദയയും ചീരുവും കൂടി അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവരെ കാണുന്ന സമയത്ത് ഇന്ദ്രനോട് കൂടിയിട്ട് ഒന്നും പറയാനാവാതെ ദയയും ചീരുവിനെയും ഒന്ന് നോക്കിയിട്ട് ഇന്ദ്രൻ പോവാണ് കേട്ടോ. അങ്ങനെ അനുപമയുടെ അടുത്തേക്ക് ചീരുവും ദയയും കൂടി ചെല്ലാണ്. എന്നിട്ട് ദയ പറയാണ്, അല്ല ഇന്ദ്രേട്ടനോട് ഇങ്ങനെ അറുത്ത് മുറിച്ച് പറയേണ്ടായിരുന്നു ചേച്ചി, കാരണം നമ്മുടെ മഞ്ചാടിയെ രക്ഷിക്കാൻ അവരെ കൊണ്ട് എന്തെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ എങ്ങനെ അവരെ കൊണ്ട് കഴിയും, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം ഇക്കാര്യം അറിഞ്ഞാൽ മതി. പിന്നെ ഗോകുലിന് ഇപ്പോൾ മഞ്ചാടിയോട് എന്തായാലും ഒരു ദേഷ്യമുണ്ടാവും. പിന്നെ ഇന്ദ്രേട്ടൻ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ എൻ്റെ പേരിലുള്ള ആ കട സ്വന്തമാക്കാനുള്ള അടവാണ്. അത് ഞാൻ എന്ത് തന്നെ വന്നാലും ശരി ആ കട ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ല, അത് എൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അനുപമ അവിടെ നിന്നും എണീറ്റ് പോകുന്നത്. ഇന്ദ്രേട്ടനോട് കുറച്ച് കടുപ്പിച്ച് തന്നെയാണ് സംസാരിച്ചത്, പക്ഷേ അത് അയാളുടെ ഒരു അടവാണ്. ഇവിടെ വന്ന് ഇപ്പോൾ മഞ്ചാടിയെ രക്ഷിക്കാൻ എന്നുള്ള ഭാവത്തിൽ വന്ന് ആ കട മാത്രമാണ് അയാളുടെയും അയാളുടെ അമ്മയുടെയും ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ പല നാടകവും കളിക്കും. പക്ഷേ ഈ അനുപമയെ ഇനി അതിന് കിട്ടില്ല എന്നുള്ള തീരുമാനം തന്നെയാണ്, ഉറച്ച തീരുമാനം തന്നെയാണ് അനുപമ എടുത്തിട്ടുണ്ടാവുക.